اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ സൂറത്തുൽ ബഖറയിലെ 78, 79 ആയത്തുകളാണ് നാം ഓതിയത്. ആ ആയത്തുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ومنهم അവരിലുണ്ട് ഉമ്മിയൂന ചില അക്ഷരജ്ഞാനമില്ലാത്തവർ, ലാ യഅലമൂന അവർ അറിയുകയില്ല, അൽ കിതാബ വേദഗ്രന്ഥത്തെ, ഇല്ലാ അമാനിയ ചില വ്യാമോഹങ്ങളല്ലാതെ, വഇൻഹും അവരല്ല, ഇല്ലാ യദുന്നൂൻ അവർ ഊഹിക്കുകയല്ലാതെ. ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. വമിൻഹും അവരിലുണ്ട് താനും എന്നാണ് അതിനർത്ഥം പറയേണ്ടത്. അപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞത് അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് അവരിലുള്ള ആളുകൾ, അവര് മദീനയിലുണ്ടായിരുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രവർത്തിച്ച ചില പ്രവർത്തനങ്ങൾ അവർ സത്യവിശ്വാസികളോട് സംസാരിക്കുമ്പോൾ അവർ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും, എന്നാൽ അതേസമയം അവരിൽ യഥാർത്ഥ വിശ്വാസമില്ലാതെ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും ഒക്കെ ചെയ്ത സംഭവം അത് പറഞ്ഞതിന് ശേഷമാണ് വമിൻഹും
അവരിലുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വാവ് നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് ചേർത്തിക്കൊണ്ടല്ല, മറ്റൊരു വിഷയം തുടങ്ങിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാവ് ഇസ്തിനാഫിന്റെ വാവാണ്. വാവ് ഇസ്തിനാഫ്. വമിൻഹും അവരിലുണ്ട്. മിൻഹും മിൻ മിൻ എന്ന് പറയുമ്പോ ഹർഫ് ജർ, ഹർഫ് ജറാണ്. ഹും എന്ന് പറയുമ്പോ ലമീറാണ് അല്ലെ. ലമീർ ഈ മിന്നിലേക്ക് ചേർന്ന് വന്നിരിക്കുന്നു. ലമീർ മുൻഫസിലാണ്, അല്ല ലമീർ മുത്തസിലാണ്. മബ്നിയുൻ അല സുകൂൻ في محل ജർ. കാരണം ഇസ്മ മജ്റൂർ. ഇവിടെ ഹും എന്നത് മിൻ എന്ന ഹർഫ് ജറിന് ശേഷം വരുന്ന ഏത് ഇസ്മും മജ്റൂർ ആയിരിക്കും. കാരണം മജ്റൂർ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് അതിന്റെ അടയാളം, ഒരു ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയ്ക്ക് അതിന്റെ അടയാളം നൽകാറുള്ളത് കസറാണ്. ഇവിടെ ഹും എന്നതിന് അതിനു മുമ്പ് മിൻ എന്ന ഹർഫ് ജർ വന്നതുകൊണ്ട് അതിനു ശേഷം വരുന്ന ലമീറായിട്ടുള്ള ഈ ഇസ്മ അതെന്തായിരിക്കണം? ജർ ചെയ്യപ്പെടണം. അത് ജർ ചെയ്യപ്പെടുന്ന സ്ഥാനത്താണ്. അതാണ് ഫി മഹല്ല് ജർ എന്ന് പറഞ്ഞാൽ, അതാണ് ഫി മഹല്ല് ജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജർ ചെയ്യപ്പെടുന്ന സ്ഥാനത്താണ്. പക്ഷേ ജറിന്റെ അടയാളമായ ഒന്നും നൽകാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഹും എന്ന ലമീർ മബ്നിയാണ്. മബ്നി എന്ന് പറഞ്ഞാൽ ഏറാബിൽ മാറ്റമില്ലാതിരിക്കുന്നതിനെയാണ് മബ്നി എന്ന് പറയാം. അതായത് അവസാനത്തെ അക്ഷരം, അതിന്റെ ഹർക്കത്തുകൾക്ക് മാറ്റം സംഭവിക്കാത്തത്. എങ്ങനെ വന്നാലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ജറിന്റെ സ്ഥാനത്താണ്. കാരണം മിന്നിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂറാണ്. ومنهم ഉമ്മിയൂന. ഉമ്മിയൂന എന്ന് പറഞ്ഞാൽ അക്ഷരജ്ഞാനമില്ലാത്തവർ. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾക്കാണ് ഉമ്മിയ് എന്ന് പറയും. അതിന്റെ ബഹുവചനമാണ് ഉമ്മിയൂന. അപ്പോ ഉമ്മിയൂന എന്ന് പറഞ്ഞാൽ ഉമ്മിയ് എന്നതിന്റെ നേർക്ക് നേരെയുള്ള ബഹുവചനമാണ്. ആ ബഹുവചനം എന്ത് ജംആണ്? ഉമ്മിയൂന. വമിൻഹും ഉമ്മിയൂന, അവരിലുണ്ട് അക്ഷരജ്ഞാനമില്ലാത്തവർ. ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിമാണ്. ഉമ്മിയുൻ ഉമ്മിയൂന, വാവ് നൂന് ചേർത്തുകൊണ്ട് വരുന്ന ജംഉകൾക്കാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ലാ യഅലമൂന. വമിൻഹും ഉമ്മിയൂന, അവരിലുണ്ട് അക്ഷരജ്ഞാനം
ഇല്ലാത്തവർ. ലാ യഅലമൂന, ലാ യഅലമൂന അവർ അറിയുകയില്ല എന്നർത്ഥം. അലിമ, അലിമ യഅലമു, അലിമ യഅലമു, അലിമയുടെ മുളാരിയാണ് യഅലമു. അലിമ അറിഞ്ഞു, യഅലമു അറിയുന്നു. യഅലമു ഒരാൾ അറിയുന്നു, അവൻ അറിയുന്നു. യഅലമാനി രണ്ടുപേർ അറിയുന്നു. യഅലമൂന രണ്ടിൽ കൂടുതൽ പേർ, മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേർ അറിയുന്നു. യഅലമൂന അവർ അറിയുന്നു. ലാ യഅലമൂന എന്ന് പറയുമ്പോൾ ലാ അതിന് മുമ്പിൽ വരുമ്പോൾ അവർ അറിയുന്നു എന്നതിന്റെ മുമ്പിൽ ലാ വരുമ്പോൾ അവർ അറിയുന്നു ഇല്ല, അവർ അറിയുന്നില്ല. അതായത് ലാ എന്നത് ഹർഫ് നഫിയ. എന്താ നഫി എന്ന് പറഞ്ഞാൽ? നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക, ഇല്ല, നെഗറ്റീവ് എന്നർത്ഥം. നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഇസ്ലാം നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോ ഹർഫ് നഫിയാണ് ലാ എന്ന് പറയുന്നത്. അപ്പൊ ലാ യഅലമൂന അവർ അറിയുന്നില്ല. അപ്പോ അലിമ യഅലമു, യഅലമൂന എന്ന് പറയുന്നത് ഫിഅൽ മുദാരി ആണ്. ഫിഅൽ മുദാരി ആകുന്നു. ലാ യഅലമൂന എന്നത് ഫിഅൽ മുദാരിയാണ്. അവിടെയുള്ള ലാ യഅലമൂന, യഅലമൂനയിൽ അടങ്ങിയ ളമീർ എങ്ങനെയാണ്? യഅലമൂന എന്നതിൽ അവർ എന്നതാണ് അല്ലെ, അവർ എന്നതാണ് അതിലടങ്ങിയിട്ടുള്ള ളമീർ. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള വാവുൽ ജമാഅത്ത് ളമീർ മബ്നിൻ അലാ സുകൂൻ ഫി മഹൽ റഫ്ഉ ഫാഇൽ അല്ലെ, അങ്ങനെ പറയാം. ലാ യഅലമൂന അവർ അറിയുന്നില്ല. ലാ യഅലമൂന അവർ അറിയുന്നില്ല. അപ്പോൾ അറിയുന്നില്ല എന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഹും, അവരാണ് അല്ലെ, അവരാണ് അറിയുന്നില്ല എന്ന പ്രവൃത്തി ചെയ്യുന്നത്. ലാ യഅലമൂന എന്തിനെയാണ് അറിയാത്തത്? കിതാബ, അൽ കിതാബ ഗ്രന്ഥത്തെ അവർ അറിയുകയില്ല. വേദഗ്രന്ഥം എന്നാണ് അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ കിതാബ എന്ന് പറയുമ്പോൾ അത് അൽ കിതാബ എന്ന് പറയുമ്പോ മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഒന്ന് മഫ്ഊൽ ബിഹി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ? മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഏതിലാണോ ഉണ്ടാവുന്നത് അതിനെയാണ് മഫ്ഊൽ ബിഹി എന്ന് പറയും. ഒബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് പോലെ ലാ യഅലമൂന അവർ അറിയുകയില്ല, അൽ കിതാബ ഗ്രന്ഥത്തെ അറിയുകയില്ല. ഇവിടെ ഗ്രന്ഥത്തെ എന്ന് പറയുന്ന അത് മഫ്ഊൽ ബിഹിയാണ്. അത് അതിലുള്ള ഫാഇല്, ഇപ്പൊ ഒരു ഫിഅൽ ഉണ്ടായി കഴിഞ്ഞാൽ യഅലമൂന, ലാ യഅലമൂന എന്നതൊരു ഫിഅലാണ്. ലാ യഅലമൂന അതൊരു ഫിഅൽ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഒരു ഫാഇൽ ഉണ്ടാകും. ആ മിക്കവാറും ചില സന്ദർഭങ്ങളിലൊക്കെ മഫ്ഊൽ ഉണ്ടാവും. മഫ്ഊൽ ഇല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാം, പക്ഷെ മഫ്ഊൽ ഇല്ലാത്ത ഫിഅലുകൾ ഉണ്ടാവാം. അപ്പൊ മഫ്ഊല് ഫാഇലും മഫ്ഊലും ഉണ്ടാവുക. ഫിഅല് ഫാഇല് മഫ്ഊൽ, ശ്രദ്ധിക്കുക, ഫിഅല് ഫാഇല് മഫ്ഊല്. സാധാരണക്കാർക്ക് മഫ്ഊൽ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത്. പിന്നെ മഫ്ഊലുകൾക്ക് പ്രത്യേകമായ ഒരുപാട് ഇനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന് മഫ്ഊൽ ബിഹി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. ഫിഅല് ഫാഇല് മഫ്ഊല്, ഫിഅല് ഫാഇല് മഫ്ഊല് എന്നത് ഒരു ഫിഅലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പൊ ഫിഅൽ എന്താണ് ഇവിടെ? യഅലമൂന അറിയുക, അറിയുന്നു എന്നുള്ളതാണ് ഫിഅൽ. അത് ലാ വന്നതുകൊണ്ട് നിഷേധമാണ്. ലാ യഅലമൂന അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അറിയുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ആരാണ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കണം. ആരാണ് ഈ അറിയുന്നില്ല എന്ന ഈ പ്രവൃത്തി ആരിലാണ്? എന്നാൽ ആ പ്രവൃത്തി ഏതിലാണ് ആ പ്രവൃത്തി ചെന്നുണ്ടാകുന്നത്? അതാണ് മഫ്ഊല്. അപ്പോ ഒരു ഫിഅൽ ഉണ്ടാകുമ്പോൾ ഒരു ഫാഇലും പിന്നെ ഒരു മഫ്ഊലും ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഫ്ഊലില്ലാത്ത ഫിഅലുകളുണ്ട്. ഇവിടെ മഫ്ഊലായി വരുന്നതാണ് എന്ത് അൽ കിതാബ എന്ന് പറയുന്നത്. ഒരു ഫായിലായി വരുന്നത് അവർ എന്നതാണ്. അപ്പോ ഫിഅല് യഅലമൂനയാണ്, ഫാഇൽ ഹും അവരാകുന്നു, പിന്നെ അൽ കിതാബ എന്നത് മഫ്ഊലാകുന്നു. മഫ്ഊൽ എപ്പോഴും മഫ്ഊൽ ബിഹി ഇങ്ങനെയായി വരുന്ന ഒബ്ജക്റ്റായി വരുന്നത് എപ്പോഴും എന്തായിരിക്കും? മൻസൂബായിരിക്കും. മൻസൂബ് എന്ന് പറഞ്ഞാൽ സാധാരണ അതിന്റെ ഹർക്കത്ത് കൊടുക്കുക ഫത്ഹാൻ. സാധാരണ നിലക്ക് മുഫ്രദായി വരുന്ന ഒരു ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ വരുമ്പോൾ അത് മൻസൂബാവുമ്പോൾ അതിന് ഫത്ഹ് കൊടുക്കും. അതുകൊണ്ടാണ് അൽ കിതാബ എന്ന് എഴുതാനുള്ള കാരണം. മനസ്സിലായല്ലോ? വലാ യഅലമൂനൽ കിതാബ ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. ഇല്ലാ എന്ന് പറഞ്ഞാൽ ലാ യഅലമൂനൽ കിതാബ അവർ ഗ്രന്ഥത്തെ വേദഗ്രന്ഥത്തെ അറിയുകയില്ല. ഇല്ലാ എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നർത്ഥം, അല്ലാതെ എന്നർത്ഥം. ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലെങ്കിൽ ഹർഫ് ഇസ്തിസ്ന. എന്താന്ന് പറയാ? ഇസ്തിസ്ന, ഒഴിവാക്കുക. ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നതാണ്. ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കുക. ഇല്ല. പിന്നെ ഇല്ല എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ അല്ല, ഇവിടെ അത് ഇസ്തിസ്ന, ഇവിടെ ഹസ്റായി വരുന്നില്ല. ലാ യഅലമൂന അൽ കിതാബ, വേദഗ്രന്ഥങ്ങളെ. അപ്പൊ ഇവിടെ മുസ്തസ്ന മിൻഹു ഉണ്ട്, കാരണം അത് അൽ കിതാബാണ്. മുസ്തസ്ന മിൻഹു ഇല്ലാതെ വരുമ്പോഴാണ് അത് ഹസ്റായി വരിക. ഞാൻ പറയാം. പക്ഷെ അതിന് തൊട്ട് താഴെ ഹസ്ർ വേറെ വരുന്നുണ്ട്, അപ്പൊ സംസാരിക്കാം. അപ്പൊ ഹർഫ് ഇസ്തിസ്ന ആണ് ഇല്ല എന്ന് പറയും. ഇവിടെ ലാ യഅലമൂന അവർ അറിയുകയില്ല അൽ കിതാബ വേദഗ്രന്ഥത്തെ. അപ്പൊ വേദഗ്രന്ഥത്തെ അവർ അറിയുകയില്ല എന്ന് പറയുമ്പോൾ ഇല്ലാ അമാനിയ, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചിലതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അമാനിയ. അമാനിയ എന്ന് പറഞ്ഞാൽ അമാനിയ എന്ന് പറയുമ്പോ ഉമ്മീയത്ത് എന്ന മോഹം എന്നാണ് ഉമ്മീയത്ത്. ഉമ്മീയത്ത് 1078. ഉമ്മീയത്ത് അതിന്റെ ജംആണ് അമാനി. ഉമ്മീയത്തുൻ ജംഉ അമാനി എന്ന. ഉമ്മീയത്തുൻ ജംഉ അമാനി. ഉമ്മീയത്തുൻ ജംഉ അമാനി. അതിന്റെ ബഹുവചനമാണ് അമാനി. ഇതെന്ത് ബഹുവചനമാണ്? ഉമ്മീയത്ത് മോഹം, അമാനിയെ വ്യാമോഹം. ഇവിടെ വ്യാമോഹം ജമ്മു തെക്സീറാണ് അല്ലെ? ജമ്മു തെക്സീറാകുന്നു. ഇല്ല അമാനിയ, ഇല്ല അമാനിയ, വ്യാമോഹങ്ങളല്ലാതെ. എന്താണ്? വമിൻഹും ഉമ്മിയൂന, അവരിലുണ്ട് ചില അക്ഷരജ്ഞാനമില്ലാത്തവർ. ലാ യഅലമൂനൽ കിതാബ, അവർ വേദഗ്രന്ഥത്തെ അറിയുന്നില്ല. ഇല്ല അമാനിയ, ഇല്ല അമാനി, ചില വ്യാമോഹങ്ങളല്ലാതെ. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ലാ യഅലമൂന എന്നതിന് പകരം യഅലമൂന അൽ കിതാബ എന്നെടുക്കുക. അവർ വേദഗ്രന്ഥത്തെ അറിയുന്നു. അപ്പോ യഅലമൂനൽ കിതാബ എന്ന് പറഞ്ഞാൽ അവർ വേദഗ്രന്ഥത്തെ അറിയുന്നു. അപ്പൊ വേദഗ്രന്ഥം മുഴുവനായിട്ടും അവർക്കറിയാം എന്നർത്ഥം. യഅലമൂനൽ കിതാബ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലോ, വേദഗ്രന്ഥം മുഴുവനായിട്ടും അറിയാം. അപ്പൊ മുഴുവനായിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഇല്ല യഅലമൂനൽ കിതാബ, അവർ വേദഗ്രന്ഥത്തെ അറിയുന്നു. ലാ യഅലമൂനൽ കിതാബ
ലാ യഅലമൂനൽ കിതാബ, അവർ വേദഗ്രന്ഥത്തെ അറിയുന്നില്ല. അപ്പോൾ വേദഗ്രന്ഥത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം എന്നതിൽ നിന്നാണ്. അതിൽ നിന്ന് അമാനിയനെ ഒഴിവാക്കുക. അത് മാത്രമാണ് അവർ അറിയുന്നത്, അത് മാത്രമാകുന്നു അവർ അറിയുന്നത്. അത് മാത്രമാകുന്നു അവർ അറിയുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇല്ല എന്ന് വരുന്നത് ഇസ്തിസ്നാഇന്റെ ഇല്ല ആകുന്നു എന്ന് മനസ്സിലാക്കി. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. എന്നിട്ട് പിന്നീട് ഇവിടെ അമാനിയ എന്താണ്? ഇവിടെ അമാനിയ എന്ന് വരാനുള്ള അമാനിയ എന്നാണ്. ഇല്ല അമാനിയ, അമാനിയുൻ, ഉമ്മിയത്തുൻ ജംഉ അമാനിയുൻ എന്നാണ്. ഇവിടെ അമാനിയ എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? മുസ്തസ്ന മൻസൂബാണ്. മുസ്തസ്ന അതായത് എന്തിനെയാണോ ഒഴിവാക്കുന്നത് അതാണ് മുസ്തസ്ന. എന്തിൽ നിന്നാണോ ഒഴിവാക്കുന്നത് അത് മുസ്തസ്ന മിൻഹു. ഇവിടെ മുസ്തസ്ന എന്താണ്? അമാനിയ. എന്തിനെയാണ് ഒഴിവാക്കിയത്? വ്യാമോഹങ്ങളെ ഒഴിവാക്കി, അമാനിയനെ ഒഴിവാക്കി. എന്തിൽ നിന്ന് ഒഴിവാക്കി? അൽ കിതാബ്, അത് മുസ്തസ്ന മിൻഹു. പിന്നെ അതിന്റെ അദാത്തുൽ ഇസ്തിസ്ന ആണ് ഇല്ല എന്ന്. അതിന്റെ ഉപകരണം, ഇസ്തിസ്നാഇന് ഉപയോഗിക്കുന്ന ടൂൾ അദാത്ത്, അതാണ് ഇല്ല. അപ്പൊ ഇല്ല എന്നത് അദാത്ത് ഇസ്തിസ്നാണ്, ഇസ്തിസ്നാന്റെ അദാത്താണ്, അദാത്തിൽപ്പെട്ട ഒന്നാണ്. പിന്നെ മുസ്തസ്ന മിൻഹു ആണ് അവിടെ അൽ കിതാബ്. മുസ്തസ്ന ഒഴിവാക്കപ്പെടുന്ന വസ്തു എന്താണോ അതാണ് മുസ്തസ്ന, അതാണ് അമാനി. മുസ്തസ്ന മൻസൂബാണ്, അതുകൊണ്ടാണ് ഇല്ലക്ക് ശേഷം വരുന്ന മുസ്തസ്ന മൻസൂബ്. അത് ഇസ്തിസ്നാനെ കുറിച്ച് വേറെ പഠിക്കാണ്ട്, കൂടുതൽ പഠിക്കാൻ. ശരി, ഇല്ല അമാനിയ. വ ഇൻഹും ഇല്ലാ യظنون. വാവ് എന്താണ്? ഹർഫ് അത്ഫാണ്. ഇവിടെ അത്ഫിന്റെ ഹർഫ്. പിന്നെ ഇൻഹും ഇല്ലാ യظنون. വഅലൈക്കും സലാം. വാവ് ഹർഫ് അത്ഫാണ്. പിന്നെ വ ഇൻഹും, ഇവിടെ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു, അവരല്ല എന്നാണ്. വ ഇൻഹും, അവരല്ല. ഹും എന്നത് അവർ. അപ്പൊ അതിന്റെ മുമ്പിൽ വരുന്ന ഹും എന്നതിന്റെ മുമ്പിൽ വരുന്ന ഇൻ എന്നത് അത് ഇന്ന് ഹർഫ് നഫി ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇൻ. അപ്പൊ ഇൻ എന്ന് പറയുമ്പോ അത് ഷർത്തിയായതുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നാഫിയായി വരുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇൻ എന്നത്. ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന. ഖുർആനിൽ തന്നെയുള്ള ചില ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻ നഹ്നു, പ്രവാചകന്മാർ പറഞ്ഞതാണ്. ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ അല്ല. ഇൻ നഹ്നു, ഞങ്ങൾ അല്ല എന്ന ഇന്ന് വരും. അതിന് അങ്ങനെയുള്ള ഇൻ വരുമ്പോൾ അത് എന്തല്ല, അതിനുശേഷം വരുന്ന ഇസ്മിനോ അല്ലെങ്കിൽ ഫിഅലിനോ അങ്ങനെ വരുന്നതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല ആ ഇന്നിന് ശേഷം വരുന്ന. അപ്പൊ ഇൻ നാഫിയ എന്നതുണ്ട്. ഇൻ നാഫിയ, ആ ഇൻ നാഫിയക്ക് ശേഷം വരുന്നതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇറാബിൽ മാറ്റം വരുന്നില്ല. അത് ഗൈർ ആമിലത്താണ്, പ്രത്യേകിച്ച് പ്രവൃത്തി ചെയ്യിക്കാത്തതും ചെയ്യാത്തതുമായ ഒരു ഹർഫാകുന്നു എന്നർത്ഥം. അപ്പോ ഇവിടെ ഇൻ അവരല്ല താനും എന്നർത്ഥം. ഇൻഹും അവരല്ല എന്നർത്ഥം. ഇൻഹും
ഇല്ലാ യദുന്നൂൻ, ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല, ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. വഇൻഹും, അവരല്ല താനും, ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുകയല്ലാതെ എന്നർത്ഥം, അവർ ഊഹിക്കുകയല്ലാതെ എന്നർത്ഥം. ഇവിടെ ഇൻഹും, ഇവിടെ അത് ഹും എന്നത് വമീർ മുൻഫസിലായി വരുന്ന വമീറാണ്. അത് മുബ്തദഇന്റെ സ്ഥാനത്താണ് വരുന്നത്. അതെ, മുബ്തദഇന്റെ സ്ഥാനത്താണ് വരുന്നത്. വഇൻഹും എന്നത് മുബ്തദഇന്റെ സ്ഥാനത്താണ് വരുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഇന്നിന് ശേഷം വരുന്ന ഹും എന്നതിന് ഇന്ന് കാരണം പ്രത്യേകിച്ച് അതിന് അവസ്ഥാ ഭേദങ്ങൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ന അർത്ഥത്തിന് മുമ്പിൽ ഒരു അല്ല എന്ന അർത്ഥത്തിൽ ഒരു ഇന്നിനെ ചേർക്കുകയും അത് ഹും എന്നത് മുബ്തദ ആയി വരികയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. വഇൻഹും, പിന്നെ ഇല്ലാ യദുന്നൂൻ, ഹും എന്നത് വമീർ മുൻഫസിലാണ്, മബ്നിയുൻ അല സുക്കൂൻ ഫീ മഹല്ല് റഫ്അ് മുബ്തദ. അങ്ങനെ മുബ്തദന്റെ സ്ഥാനത്താണ് അത് വരുന്നത് എന്നർത്ഥം. പിന്നെ ഇല്ലാ യദുന്നൂൻ എന്നത്, ഇല്ല എന്നത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ, ഇല്ലാ അമാനിയ എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്തിസ്നാഇന്റെ ഇല്ലയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇല്ലാ യദുന്നൂൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഹസറിന്റെ ഇല്ല. ഹസറിന്റെ ഇല്ല എന്ന് പറയുന്നതും ഇസ്തിസ്നാഇന്റെ ഇല്ല എന്ന് പറയുന്നത് ഹസർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കാര്യത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇല്ല ഉപയോഗിക്കുന്നത്. മറ്റത് ഇസ്തിസ്നാഇന്റെ ഇല്ല എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിൽ നിന്ന് ഏതാനും ചിലതിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഇസ്തിസ്നാഇന്റെ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് നമുക്ക് ഇല്ല എന്നതിന്റെ ഇൻഷാ അല്ലാഹ് അൽബലാഗ ക്ലാസ്സിൽ അടുത്ത ദിവസങ്ങളിൽ ഇസ്തിസ്നാഇന്റെ വിഷയം കടന്നു വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ഇല്ല എന്നത് ഹസറിന്റെ ഇല്ലയാണ്, ഹർഫ് ഹസറാകുന്നു. യദുന്നൂൻ ഫിഅൽ മുദാരിയാണ്, വന്ന യദുന്നു ഫിഅൽ മുദാരിയാണ്, മർഫൂആണ്. അവർ ഊഹിക്കുന്നു എന്നർത്ഥം. വന്ന യദുന്നു, യദുന്നൂന, വന്ന വന്ന യദുന്നു, വന്ന യദുന്നു, യദുന്നൂന അവർ ഊഹിക്കുന്നു എന്നർത്ഥം. അവർ ഊഹിക്കുന്നു, അവർ ഊഹിക്കുന്നു. ഇവിടെ അവർ ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിക്കുകയല്ലാതെ എന്നർത്ഥം. അവർ ഊഹിക്കുകയല്ലാതെ. ഇൻഹും ഇല്ലാ യദുന്നൂൻ എന്നർത്ഥം പറയുമ്പോൾ അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ومنهم أميون لا يعلمون الكتاب إلا أماني وإنهم إلا يظنون. അവരിൽ ചില അക്ഷരജ്ഞാനമില്ലാത്തവരുമുണ്ട്, ചില വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെ കുറിച്ച് അവർക്കറിയുകയില്ല, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇവിടെ യദുന്നൂന എന്നത് ഫിഅൽ മുദാരിയാണ്. അവിടെ വാവുൽ ജമാഅത്തുണ്ട്. ആ വാവുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ളമീറുൻ മബ്നിയുൻ അല സുക്കൂനാണ് ഫീ മഹല്ല് റഫ്അ് ഫാഇൽ. അല്ലേ? അപ്പോ ആ ജുംല നേരത്തെ പറഞ്ഞ ഹും എന്നതിന്റെ ഇല്ലാ യദുന്നൂൻ എന്നത് ഹും എന്നത് മുബ്തദ ആവുമ്പോൾ ഇല്ലാ യദുന്നൂൻ എന്നത് അത് ഖബറിന്റെ, അതിന്റെ ആ മുബ്തദന്റെ ഖബറിന്റെ സ്ഥാനത്താണ് ഇല്ലാ യദുന്നൂൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ യഅലമൂന എന്ന് പറഞ്ഞപ്പോൾ ലാ യഅലമൂന, അതായത് വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്തവർ,
ലാ യഅലമൂന എന്ന അതിന്റെ ആ ജുംല അതിന്റെ സ്ഥാനം എന്തായിരിക്കും? ലാ യഅലമൂന എന്ന് പറയുമ്പോൾ വമിൻഹും അവരിലുണ്ട്, ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ പറയാം. വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്തവർ, ലാ യഅലമൂന അവർ അറിയുകയില്ല എന്ന് പറയുന്ന ലാ യഅലമൂന എന്ന ജുംല, ആ ജുംല എന്തിന്റെ സ്ഥാനത്തായിരിക്കും? അപ്പോ വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്തവർ, ലാ യഅലമൂന. ഈ ലാ യഅലമൂന ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉമ്മിയൂനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അതെ, അത് നഅത്തിന്റെ സ്ഥാനത്താണ് അത് വരിക. ഫി മഹല്ല് അല്ല, ഖബറല്ല. ലാ യഅലമൂന അത് നഅത്തായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായി. അവരുടെ ഒരു വിശേഷണമാണ് ഉമ്മിയൂന എന്നതിന്റെ. അപ്പം അതിനെ ഒരു വാചകത്തെ കാണുമ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഉമ്മിയൂന എന്ന് പറയുമ്പോൾ അക്ഷരജ്ഞാനമില്ലാത്തവരാണ്. ആ അക്ഷരജ്ഞാനമില്ലാത്തവരുടെ വിശേഷണമാണ് ലാ യഅലമൂന, അവർ അറിയുകയില്ല എന്ന് മനസ്സിലായില്ല. അപ്പോ വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظنون. അവരിൽ ചില അക്ഷരജ്ഞാനമില്ലാത്തവരുമുണ്ട്, ചില വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് അറിയുകയില്ല, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സമയം വൈകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയവും അതിലടങ്ങിയ മറ്റു വിജ്ഞാനങ്ങളും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. നേരത്തെ നമ്മുടെ നൂറുൽ ഖുർആന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷന്റെ ദിവസം ഇന്നലെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കുള്ള അതിന്റെ കൺഫർമേഷൻ വരുന്നതാണ്. അതിൽ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദവിവരങ്ങളും അതോടൊപ്പം ഇനി അതിൽ നിങ്ങൾ നൽകേണ്ടുന്ന അറിയിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് ഇന്നുണ്ടാകും. അതിനെ തുടർന്ന് ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള ചോദ്യപേപ്പറുകൾ വരുന്നതാകുന്നു. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അറിവുകൾ വർദ്ധിപ്പിച്ച് പെരുമാറാവട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളെ ഏറ്റവും നല്ല രൂപത്തിലാണ് അവരുടെ ദറജ അല്ലെങ്കിൽ അവരുടെ പദവി അല്ലാഹു ഉയർത്തുന്നത് എന്ന ബോധ്യത്തോടുകൂടി കൃത്യമായും ക്രമാനുഗതമായി ശരിയായ രൂപത്തിൽ പഠിച്ച് മുമ്പോട്ട് പോകുന്ന മഹാന്മാരായ സഹാബത്തും താബിഈകളും താബിഈകളുമെല്ലാം പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതേ പാതയിലൂടെ മുമ്പോട്ട് പോയി അള്ളാഹു സത്യവിശ്വാസികൾക്കായി ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ സ്വാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അവൻ നമുക്ക് കൊടുത്തു മാപ്പാക്കി പെരുമാറാവട്ടെ. അബദ്ധങ്ങളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ആവർത്തിക്കപ്പെടാതിരിക്കുവാനുള്ള അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.